എനിക്കിപ്പോ ഒരു കാര്യം നിന്നോട് എനിക്ക് ചോദിക്കണം. എന്ത് കാര്യം ചോദിക്കാനായിട്ട്? എന്റെ പിള്ളേരെ എല്ലാം പഠിച്ച് ഡാൻസ് പഠിപ്പിക്കില്ല. എന്റെ മേത്തുനിന്ന് കയ്യിട്ട് സംസാരിക്കുന്നോട്ടെ. ഞാൻ കുടുംബശ്രീക്ക് പഠിപ്പിക്കാൻ വെച്ചിരുന്ന പിള്ളേരെല്ലാം നീ അടിച്ചോണ്ട് പോയി. ഇനി ഞാൻ ഈ കുടുംബശ്രീക്ക് ഞാൻ എന്നെ എടുത്തിട്ട് പിടിക്കും പിള്ളേരെ. നിനക്ക് അങ്ങനെ തന്നെ വേണം. എടാ നിനക്കറിയോ, കള്ളു കുടിച്ചൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലേ എല്ലാ പെണ്ണുങ്ങളും നിന്നെ വെറുക്കുള്ളൂ. എടാ ഇങ്ങനെയൊക്കെ ആൺകുട്ടികളായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മര്യാദക്കൊക്കെ നടക്കും. ആമ്പിള്ളേരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുടിക്കും. എനിക്ക് പറയണം, ഞാൻ ഈ കുടുംബശ്രീക്ക് ഞാൻ എന്നാ പഠിപ്പിക്കുന്നു നിനക്കറിയോ? ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഇതെല്ലാം ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായോ ഞാൻ അറിയാമോ? ഞാൻ ഈ അറിയോ? എടാ നിങ്ങ ഇങ്ങനെ കള്ളു കുടിച്ചൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഒരൊറ്റ ആൺകുട്ടികളൊന്നും തിരിഞ്ഞു നോക്കില്ല. പിന്നെ എങ്ങനെ നിനക്ക് കുട്ടികളെ കിട്ടണേ പഠിപ്പിക്കാനായിട്ട്? ആമ്പിള്ളേരെ ചിലപ്പോ ഇച്ചിരി മദ്യപിക്കുന്നൊക്കെ ഇരിക്കും, ലഹരി കഴിക്കുന്ന. ഒരു ആൺകുട്ടി വന്നേക്കുന്നത് പേടാ അവിടെ. പിന്നെ എടാ നിനക്ക് ഡാൻസ് നന്നായിട്ട് അറിയാന്നല്ലേ പറഞ്ഞേ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കാണിച്ചു തരാം. എന്നാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കാണിച്ചു തരാം. സ്റ്റെപ്പ് കാണിക്കണം? ഇന്ന് കാണിച്ചിട്ട് തന്നെ. എന്റെ ഈശ്വരന്മാരെ, പിന്നെ വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പൊ പഴയ പോലെ. ഒരു മിനിറ്റ്. കച്ചൊക്കെ കെട്ടി എങ്ങോട്ട് പോവാവോ? പിന്നെ എന്നാ തേപ്പുട്ടി കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? ഡാൻസ് കളിക്കുമ്പോ നല്ല ഫ്ലേറ്റ് വേണം, എന്നല്ലേ കറക്റ്റ് ആകത്തുള്ളൂ. ഇത് തന്നെ തെറ്റാ കാണിക്കണേ. ഞാൻ കളിക്കാൻ പോണേ. ഏത് ഡാൻസ് എന്നറിയോ? ഏത് ഡാൻസ് നീ ഇപ്പൊ കളിക്കാൻ പോണേ? അയ്യന്തോ മഹാനുഭാവല്ലോ. നിനക്കെന്തോ ഒന്ന് പേടാ അവിടുന്ന്. കളിക്കട്ടെ. എന്താടോ മഹാനുഭാവലു താത്തൈ തിത്തൈ. ഇത് ഒന്നാം കാലം. ഇതിങ്ങനെ രണ്ടാം കാലം, മൂന്നാം കാലം, നാലാം കാലം, ആറാം കാലം വരെ ഉണ്ടറിയോ? ഇതിപ്പോ കണ്ടാലുണ്ടല്ലോ കണ്ട കൊച്ചു കുട്ടികൾ കൊച്ചു വന്നിട്ട് കളിക്കുന്ന പോലെ ഉണ്ട്. എന്താണ് നീ എന്നെ കളിയാ? മനുഷ്യ മര്യാദക്ക് വീട്ടിൽ വന്നില്ലെങ്കിലുണ്ടല്ലോ ചവിട്ടിക്കൂട്ടി ഞാൻ പൊട്ടിച്ചു നോക്കും, പറഞ്ഞേക്കാം. നീ എന്നെ തല്ലിയല്ലേ? ഇടി സത്യം പറഞ്ഞ ഞാനാണ് ഭർത്താവ്, നീയാണ്. ഇത്ര എന്നെ കാണും എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ. ഞാനുണ്ടല്ലോ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായാലേ ഞാനായി അനുഭവിക്കുന്നത് അറിയാവോ? നീ എന്നെ തല്ലിയല്ലേ, നീ അനുഭവിക്കും. നിനക്ക് അങ്ങനെ വേണ്ടോ? നിനക്ക് ആണത്തല്ല എന്നിട്ടാ. നിനക്കറിയാം എന്റെ ഭാര്യക്ക് എന്തിന്റെ കുറവാണ്? ഇതൊക്കെ എന്തിന്റെ കുറവാന്ന്? അതിപ്പോ എനിക്കറിയോ നിനക്ക് എന്തിന്റെ കുറവാന്ന്? എടാ അവളത് സാരി വേണോന്ന് പറയുമ്പോ സാരി മേടിച്ചു കൊടുക്കും, ചുരിദാർ വേണമെന്ന് പറയുമ്പോ ഞാൻ ചുരിദേഴാ മേടിച്ചു കൊടുക്കും. അവസരം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുക്കും. ഇവിടെ തൊടി കംപ്ലീറ്റ് കഴുകുന്നാരാ? എനിക്കിത് ഞാനാ. ഇവള് പാത്രം കഴുകണ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാത്രം ഞാൻ കഴുകി കൊടുക്കും. അവസാനം ഇവളുടെ ഒരു ഡയലോഗ്, അത് മാത്രം എനിക്ക് സൂചിക്കത്തില്ല, അറിയോ? അതേത് ഡയലോഗാ? അവള് പറയാ പശുവിന് വൈക്കോലിട്ട് കൊടുക്കാൻ. അയ്യേ, ഈ നിസ്സാരത്തിന് വഴക്കുന്നത്. നിനക്ക് പാത്രം കഴുകാം, തുണി അലക്കാം, നമുക്ക് സാരി മേടിച്ചു കൊടുക്കാം, ചുരിദാർ മേടിച്ചു കൊടുക്കാം ഒക്കെ ചെയ്യെങ്കിൽ പിന്നെ പശുവിന് വൈക്കോലിട്ട് കൊടുത്താൽ നിനക്ക് എന്താ കുഴപ്പം? ഇങ്ങോട്ട് മാർക്കടി. ഞാൻ പശുവിന് കച്ചിട്ട് കൊടുത്ത അതിലിടുന്ന ചാണകം നിന്റെ അപ്പം വന്ന് വരുവാണ്. വിളിച്ചാണ്ടല്ലോ നിന്നെ ഞാൻ. പിന്നെ ആമ്പിള്ളേര് ഏതാണ് വരുന്നത് ഞാനൊന്ന് കാണണ്ട.